മമ്മൂക്കയുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആദ്യത്തെ ഇന്റർവ്യൂ എന്നോട് ഞാൻ ക്ലബ് എഫ് എമ്മിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. മമ്മൂക്ക സ്റ്റുഡിയോയിൽ വരുവാണ്, രേണുവാണ് ഇന്റർവ്യൂ ചെയ്യണേ. ഈ മമ്മൂക്കയെ പോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് വേണം. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വേണം. വളരെ റീസെന്റ് ആയിട്ടാണ് അദ്ദേഹം വളരെ ലൈറ്റായി സംസാരിച്ച് തുടങ്ങിയത്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നത്തെ കഥയാണ്. ഭയങ്കര പാടാണ്. മമ്മൂക്ക വന്നിരിക്കുന്നു, മൂന്നാമത്തെ ചോദ്യം എണീറ്റ് നിൽക്കുന്നു, ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഞാൻ അവിടെ ഇരുന്ന് കരയുന്നു. പോട്ടെ, വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക വരുന്നു. മമ്മൂക്കയുടെ ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നത് കസബയുടെ രാവിലെ 7 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 8 മണിക്ക് മമ്മൂക്കയുടെ വീട്ടിലെത്തണം. എൻ്റെ വീടും ഈ സ്ഥലവും തമ്മിലും ഇച്ചിരി ദൂരം ആണ്. അവിടെ ചെന്നാൽ മമ്മൂക്ക ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാൻ കസബ കണ്ടിട്ടില്ല. കസബ 3 മണിക്ക് ഫസ്റ്റ് ഷോ നടത്തിയത്രേ. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യും? ഈ സിനിമയെക്കുറിച്ച് മാത്രമേ പുള്ളി സംസാരിക്കൂ, സിനിമ റിലേറ്റഡ് ആയിട്ട് ചോദിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ എങ്ങനെ ചോദിക്കും? അത് പറ്റില്ല, മമ്മൂക്ക് ഇപ്പോഴാ സമയം തന്നെ, 8 to 9 നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിരിക്കണം. ഞാൻ മമ്മൂക്കയുടെ വീട്ടിലെത്തുമ്പോൾ ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ എന്താ ചോദിക്കുക? ഇദ്ദേഹത്തെ പോലെ ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ എന്തെങ്കിലും വേണം. വർഷങ്ങൾക്ക് മുന്നെയാണ്, കസബയുടെ സമയമാണ്. ഞാൻ ചെന്ന് ചോദിക്കുന്നു. ഞാൻ ചെന്ന മമ്മൂക്ക പുതുമുഖ ഡയറക്ടേഴ്സിനെ വെച്ച് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ ഒത്തിരി സിനിമകൾക്ക് മമ്മൂക്ക ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇത് പലരും എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞൊരു 4 ചീത്തയും കൂടെ പറഞ്ഞിട്ട് എൻ്റെ ചുറ്റും ക്ലബ് എഫ് എമ്മിൽ നിന്ന് വന്ന വേറൊരു RJ ഉണ്ട്, കുറെ ആൾക്കാർ ചുറ്റുമുണ്ട്. ഒരു 7-8 പേര് മമ്മൂക്കയെ കാണാൻ വേണ്ടി വന്നവരുണ്ട്. അപ്പൊ എൻ്റെ അപമാനം എന്ന് പറയുന്നത് മമ്മൂക്ക എന്നോട് ചോദിക്കുന്നത് ഇത്രയും പേര് കാണുന്നതിൽ ഉൾപ്പെടെ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്നോട് പുള്ളി ചൂടായി. ഞാൻ പറഞ്ഞു മമ്മൂക്ക എനിക്ക് സിനിമ കണ്ടോ? ഞാൻ പറഞ്ഞു മമ്മൂക്ക സിനിമ കണ്ടില്ല. 3 മണി AM ഞാൻ സിനിമ കാണണം എന്നാണ് മമ്മൂക്ക ഉദ്ദേശിക്കുന്നത്. ഫാൻ ഷോ നടത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. 7 മണിക്കപ്പോൾ എനിക്ക് ഇന്റർവ്യൂ തരരുത്. അപ്പൊ ഞാൻ എൻ്റെ ഓഫീസിൽ പറയേണ്ട വേറൊരു ടൈം ചോദിക്കുക, എനിക്ക് സിനിമ കാണണം, ഞാൻ കാണാണ്ട് ആരും ഇന്റർവ്യൂ ചെയ്യില്ല. മമ്മൂക്ക അതിനോട് ഭയങ്കര ചൂടാന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, മമ്മൂക്കയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ഭയങ്കര അടുപ്പമാണ്. പക്ഷെ ഈ ഒരു ചൂടാവൽ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് അങ്ങ് നടന്ന് ഞാൻ പൊട്ടി പൊട്ടി കരയാണ് അവിടെ ഇരുന്നിട്ട്. ഫൈനലി മമ്മൂക്ക എന്നെ കൈയെടുത്തിട്ട് സാരമില്ല, സാരമില്ല. എനിക്കാണെങ്കിൽ പിന്നെ 3ാം തവണ മമ്മൂക്ക ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇതുപോലെ ഈഗോ ഹേർട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ. എന്റെ ഏറ്റവും അനുഭവം എനിക്ക് മറക്കാൻ പറ്റാത്ത ഷൈൻ ടോം. എല്ലാവരും ഷൈനെ പറ്റി ഞങ്ങൾ ചർച്ച, ട്രോളുകളൊക്കെ ഒരുപാട് എന്താണെന്ന് തോന്നുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ട് ഞങ്ങളൊന്നും ചോദിക്കാനില്ല. അവിടെ ഞങ്ങൾ സംസാരിച്ച് അവസാനം ഈ പറഞ്ഞ പോലെ സിനിമയിലെ ജെൻഡർ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ആ വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ഞങ്ങൾ 2 അഭിപ്രായത്തിലായി. പിന്നെ പറഞ്ഞ് അതൊരു കോൺവെർസേഷൻ ഈ പറഞ്ഞ ഒരു 20 പേര് നോക്കി നിൽക്കുക നമ്മളെ. അപ്പം ആള് ഒരു ചോദ്യം 10 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ എന്റെ പോയിന്റ്സ് അങ്ങോട്ട് വന്ന് അവസാനം പോലെ അവർ വർത്തനം വന്നിട്ട് അത് പോയി. അപ്പോഴും ഞാൻ ഓക്കെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു, അടുത്ത ആളെ കാണുമ്പോൾ ചിരിച്ചൊക്കെയാണ് പിന്നെ വന്നത്. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു റേഞ്ചേ മാറിപ്പോയത്. അതാണ് ഷൈൻ ടോം ഏറിൽ പറത്തിയ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ്